നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സെയിം ഡയറക്ഷൻ, അതായത് ഒരേ ഡയറക്ഷനിലോട്ട് പോകത്തില്ല, ചിലപ്പം സൈഡിലോട്ട് പോകും എന്ന് പറഞ്ഞ് ഞാനൊരു എം ജി ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ രജനീഷ് കുമാർ നായർ ചോദിച്ചിരിക്കുന്ന ഒരു സംശയത്തിനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. പേരെടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ ഒരു സബ്സ്ക്രൈബർ എല്ലാ വീഡിയോസിലും പേര് വളരെ വ്യക്തമായിട്ട് പറയും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടെയാണ്. ഞാൻ ഏതെല്ലാം ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതായത് പറഞ്ഞിരിക്കുന്ന രജനീഷ് കുമാറാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഹലോ Ragesh ji, good morning. I am Rajneesh Kumar Nair from Palakkad. I just saw your video and I want to ask a question. Every time I reverse my car, even watching the both mirrors and according to the road side markings, the car reverse going direction will be changing. If going slow, the direction won't change. അതായത് പതുക്കെയാണ് പോകുന്നതെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതർവൈസ് ഗോയിങ് ലിറ്റിൽ ബിറ്റ് ഇൻ സ്പീഡ്, ഇറ്റ്സ് ചേഞ്ചിങ് ദ ഡയറക്ഷൻ. കുറച്ച് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നുണ്ട്. വാട്ട് ഈസ് ദ റീസൺ? ഈസ് ദിസ് ഹാപ്പൻ ഡ്യൂ ടു ബാഡ് വീൽ അലൈൻമെൻറ്റ്? തെറ്റായ വീൽ അലൈൻമെൻറ്റ് കൊണ്ട് വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സൈഡ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടോ? ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫുൾ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അതായത് എന്തുകൊണ്ടാണ് വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചാൽ പോലും വാഹനം സ്ട്രെയിറ്റ് ആയിട്ട് പോകാത്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്ന സമയത്ത് സ്റ്റിയറിങ് ഒരല്പം തിരിച്ചു കഴിഞ്ഞാൽ വാഹനം പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോകും. അതായത് നമുക്കൊരു നല്ലൊരു ടേണിങ് എടുക്കാനുണ്ടെങ്കിൽ നമുക്കറിയാം വാഹനത്തിൻ്റെ സ്റ്റിയറിങ് ഒരു 2 റൗണ്ടൊക്കെ റൗണ്ട് ചെയ്യാനുള്ള രീതിയാണെങ്കിൽ ആ ഒരു സ്റ്റിയർ ചെയ്യേണ്ട പോർഷൻ സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരല്പം തിരിച്ചു കഴിഞ്ഞാൽ വാഹനം പെട്ടെന്ന് സ്റ്റിയർ ആയി കിട്ടുന്നതായിരിക്കും, അതായത് തിരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡും സ്റ്റിയർ ചെയ്യുന്നതിൻ്റെ രീതിയും തമ്മിൽ കമ്പൈൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പതുക്കെ പോകുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു, എന്നാൽ ഇച്ചിരി സ്പീഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വാഹനത്തിൽ നമ്മൾ കൈ പിടിച്ചിരിക്കുന്ന സ്റ്റിയറിങ്ങിൽ ഒരല്പം ചെരിവ് സംഭവിക്കുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇത് ശരിക്കും ഞാൻ പറയുന്ന പ്യുവർ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റിയറിങ് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ റിവേഴ്സ് എടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം ഒരു ഡയറക്ഷനിലോട്ട് പോകത്തില്ല, സ്ട്രെയിറ്റേ പോകത്തില്ല. പിന്നെ റോഡിൻ്റെ ഡയറക്ഷൻ ഡിഫറൻസ് വെച്ച് റോഡ് ചെറിയ വളവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മാറത്തുള്ളൂ. അല്ലാത്ത പക്ഷം കൃത്യമായിട്ട് തന്നെ അത് പോകുന്നതായിരിക്കും. സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും മാറ്റം വരത്തില്ല. കാരണം ഞാനൊക്കെ നല്ല സ്പീഡിൽ റിവേഴ്സ് എടുത്ത്, അതായത് നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയയിൽ സ്റ്റിയറിംഗ് ഒന്ന് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് തന്നെ പിടിക്കത്തുള്ളൂ, തിരിയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ പലപ്പോഴും നമ്മൾ റിവേഴ്സ് എടുക്കുന്നതാണ്. ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലൊരു പ്രശ്നം കാണിക്കുന്നതല്ല, അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ പലപ്പോഴും അറിയാതെ ഇച്ചിരി സ്പീഡ് കൂടുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ സ്റ്റിയറിംഗിൽ നിന്നും മാറി പോകുമ്പോഴാണ് സ്റ്റിയറിംഗ് ചെരിയുന്നത്. അങ്ങനെ ചെരിയുന്നതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന പ്രശ്നം കാണിക്കുന്നത്. നിങ്ങൾ ഏതായാലും ഈ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ചെയ്തും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുറേ വേറെ വാഹനങ്ങളോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നോക്കുക. സ്പീഡ് ഒരു കാരണവശാലും കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വാഹനം ഇല്ലാത്ത വഴി കൂടെ നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല തിരക്കുള്ള വഴി കൂടെ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ രാകേഷ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.